ഒരു സാധ്യത ചോദിക്കുകയാണ്. ഒരു രാഷ്ട്രീയ നിരീക്ഷണം ഒരു ഷാജാൻ കൃത്യമായിട്ട് ഉത്തരം പറയാൻ കഴിയുന്നതാണ് കരുതുന്നത്. അതായത് താങ്കളുടെ അഭിപ്രായം അനുസരിച്ച് വി ഡി സതീശൻ അദ്ദേഹത്തെ തന്നെ പ്രൊജക്റ്റ് ചെയ്തു എന്ന് കരുതുക. വളരെ ബോധപൂർവം ഈ സഭയിൽ നിന്നും രമേശ് ചെന്നിത്തലയെ മാറ്റി നിർത്തുകയും ചെയ്യുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ എനിക്കൊരു കാര്യത്തിൽ താങ്കളുടെ യോജിപ്പുണ്ട്. അതായത് കോൺഗ്രസിനകത്ത് മുഖ്യമന്ത്രി പദവിയിലേക്ക് വരികയാണെങ്കിൽ പൊതുസമൂഹം ഇഷ്ടപ്പെടുന്ന നേതാവ് രമേശ് ചെന്നിത്തലയാണെന്നാണ് എൻ്റെ ഒരു റീഡിങ്. കാരണം ഈ രംഗത്ത് നിൽക്കുന്നതിൻ്റെ നിരീക്ഷണത്തിൽ പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ തീരുമാനിക്കുന്നതായിക്കോട്ടെ. ഇങ്ങനെ വരുമ്പോൾ ഒരു ഭാഗത്ത് രമേശും മറുഭാഗത്ത് വി ഡി സതീശൻ നിൽക്കുമ്പോൾ ഒരു കോംപ്രമൈസിങ് കാൻഡിഡേറ്റായിട്ട് UDF അധികാരത്തിൽ വരുമ്പോൾ എന്തുകൊണ്ട് KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായിട്ട് വന്നുകൂടാ? അല്ല, അതിൻ്റെ പൂർണ്ണമായിട്ട് അടഞ്ഞിരിക്കുകയാണ്. അതിന് പല പല കാരണങ്ങളുണ്ട്. ഒന്ന്, KC വേണുഗോപാലിന് അതിനുള്ള ആഗ്രഹമുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ ഇന്നത്തെ കോൺഗ്രസിൻ്റെ ഒരു ദുർബലാവസ്ഥ ദേശീയ തലത്തിൽ വെച്ച് നോക്കുമ്പോൾ ഒരു കാരണവശാലും അയാൾക്ക് ഇപ്പം ഇങ്ങോട്ട് വരാൻ പറ്റില്ല. കാരണം കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ദേശീയ സെക്രട്ടറിയാണ് അയാൾ. മനസ്സിലായില്ലേ? നിർഭാഗ്യവശാൽ അയാൾ ദേശീയ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം കോൺഗ്രസിന് തോറ്റ ചരിത്രം മാത്രമേ ഉള്ളൂ. കർണാടകത്തിലും തെലങ്കാനയിലും ജയിച്ചു. ആ ജയിച്ചത് ഇയാളുടെ നേട്ടം കൊണ്ടല്ല, അത് അവിടെയുള്ള കോൺഗ്രസ്സുകാരുടെ നേട്ടം കൊണ്ടാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ മുഴുവൻ തോറ്റിട്ടേ ഉള്ളൂ. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് തോറ്റിട്ടേ ഉള്ളൂ എന്ന് മാത്രമല്ല 5 ഇലക്ഷൻസ് ക്രൂഷ്യലായിട്ട് വരാൻ പോവാണ്. സ്വാഭാവികമായും ഇതുവരെ ഉള്ളതെല്ലാം തോറ്റിട്ടേ ഉള്ളൂ. 5 ഇലക്ഷൻസും ക്രൂഷ്യലായിട്ട് വരാൻ പോകുമ്പോൾ അയാൾ ഇവിടെ വന്ന് മത്സരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അയാളുടെ അവിടുത്തെ നിലനിൽപ്പിനെ വല്ലാതെ ബാധിക്കും. ഇവിടെ വന്ന് മത്സരിക്കുന്ന പ്രശ്നമല്ല ഞാൻ ചോദിക്കുന്നത്. ഒരു കാരണവശാലും KC വേണുഗോപാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇവിടെ വരില്ല. ഇവിടെ തെരഞ്ഞെടുപ്പ് വന്നു കഴിയുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് MLA-മാരിൽ നിന്നാണ് കക്ഷി നേതാവിനെ, നിയമസഭാ കക്ഷി നേതാവിനെ അവർ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് ശക്തമായ അഭിപ്രായ ഭിന്നത ഒരു ഭാഗത്ത് രമേശും മറുഭാഗത്ത് വി ഡി സതീശനുമായിട്ടുണ്ടാകുമ്പോൾ ഉണ്ടായാൽ ഒരു കോംപ്രമൈസിങ് കാൻഡിഡേറ്റ് എന്ന നിലയിൽ അല്ല, അതൊരു ഹൈപ്പോത്തിസിസ് മാത്രം അല്ല. എൻ്റെ ഒരു അഭിപ്രായം അതിനകത്ത് ഒരു ഹൈപ്പോത്തിസിസ് അല്ല. കാരണം KC വേണുഗോപാൽ ഡൽഹിയിൽ ഇരിക്കുകയാണ്. മുങ്ങുന്ന കപ്പലിൽ ക്യാപ്റ്റനായിട്ട് തുടരാൻ ബുദ്ധിയുള്ള ഒരാളും തീരുമാനിക്കത്തില്ല. കിട്ടിയ ബോട്ടയിൽ രക്ഷപ്പെടാനായിരിക്കും ശ്രമിക്കുന്നത്. അതൊന്നും നിലനിൽപ്പുള്ള വാദങ്ങളല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വേണുഗോപാലിന് പിന്നെ ഇഷ്ടം അവിടെ മുങ്ങുകയാണ് കപ്പലെന്ന് പറഞ്ഞാൽ അയാൾക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി വരാനൊന്നും പറ്റില്ല. കാരണം അയാൾ ആ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. ആ ദേശീയ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ അയാൾക്ക് അവിടെയുള്ള ഉത്തരവാദിത്വം രാഹുൽ ഗാന്ധി കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ വേണുഗോപാൽ പറയാം ഇനി ഇവിടെ നിന്ന് ഇത് മുങ്ങിപ്പോ, എന്നാൽ കേരളത്തിൽ പോയി മുഖ്യമന്ത്രി. അങ്ങനെ തീരുമാനിക്കാൻ അയാൾക്ക് പറ്റില്ല. കാരണം രാഹുൽ ഗാന്ധി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അയാൾക്ക് മറുപടി പറയേണ്ടി വരും. കാരണം അവിടെ അയാൾ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ ഒന്ന് മത്സരിച്ച ഇലക്ഷൻ മുഴുവൻ ബീഹാർ ഉൾപ്പെടെ തോക്കുകയാണ് ചെയ്തത്. ഇപ്പം മഹാരാഷ്ട്രയിലാണെന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ തോക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അയാളുടെ സ്ഥിതി അവിടെ ഭയങ്കര വൾണറബിളാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു സംശയവും വേണ്ട, ഇവിടെ ഇലക്ഷൻ കഴിഞ്ഞ് വരുന്ന MLA-മാരിൽ ഒരു 25% പോലും സതീശനെ പിന്തുണയ്ക്കില്ല. കാരണം സതീശന് ഒരിടത്തും ഒരു ഹോൾഡും ഇല്ല. സതീശൻ 5 വർഷം പ്രതിപക്ഷ നേതാവായിരുന്നു. സതീശൻ എവിടെയാണ് ഹോൾഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞത്? ജനങ്ങളുടെ ഇടയിൽ ഹോൾഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല, നേതാക്കന്മാരുടെ ഇടയിൽ ഹോൾഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അയാൾ നേതാക്കന്മാരെ ആൻറ്റഗണൈസ് ചെയ്ത ചരിത്രമേ കേരളത്തിലുള്ളൂ. അയാൾ കാരണമാണ് സുധാകരൻ എടുത്ത് മാറ്റേണ്ടി വന്നത്. അയാൾ ഇപ്പോൾ ഉള്ള സണ്ണി ജോസഫിനോട് കണ്ടാൽ വേണ്ടില്ല, ഒരു മുറി പോലും ഇരിക്കില്ല. മനസ്സിലായില്ലേ? ബാക്കിയുള്ള അയാൾ വേണുഗോപാലുമായിട്ട് ഇപ്പോൾ തർക്കമാണ്. യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമൊക്കെ ഉണ്ടായത് എങ്ങനെയാണ്? രാഹുൽ മാങ്കൂട്ടം ഷാഫി പറമ്പിൽ ഇയാളുടെ കൂടെ നിൽക്കുമായിരുന്നു. രാഹുൽ മാങ്കൂട്ടം അപ്പുറത്തേക്ക് ചാടിയപ്പോഴാണ് ഇയാൾ ഈ സ്ത്രീ വിഷയം എടുത്ത് ഉയർത്തിയത്. അയാൾക്ക് അതിനു മുമ്പ് ഈ സ്ത്രീ വിഷയങ്ങളെല്ലാം അറിയാമായിരുന്നു ഇവൻ്റെ. പക്ഷെ അന്ന് അയാളുടെ കൂടെ നിന്നുകൊണ്ട് അയാൾ മിണ്ടിയില്ല. അല്ലാതെ അയാളുടെ നിലപാടിൻ്റെ രാജകുമാരനൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ MLA-മാരിൽ ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞ MLA-മാരിൽ ബഹുഭൂരിപക്ഷവും രമേശ് ചെന്നിത്തല കൂടെ നിൽക്കുള്ളൂ എന്നുള്ളൊരു തെളിവെന്താ? കഴിഞ്ഞ പ്രാവശ്യം പോലും 21 പേരിൽ 16 പേരും അയാളുടെ കൂടെ ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഹൈക്കമാൻഡ് ഇവിടെ വന്ന് ഓരോരുത്തരോട് ചോദിച്ചു. സ്വാഭാവികമായി ഓരോരുത്തരോട് ചോദിക്കുന്നു എന്ന് പറയുന്നത് തന്നെ രമേശ് ചെന്നിത്തല മാറ്റാനുള്ള ഒരു സ്റ്റെപ്പാണെന്നുള്ളത് വ്യക്തമാണല്ലോ. എന്നിട്ട് പോലും കഴിഞ്ഞ പ്രാവശ്യത്തിൽ 21-ൽ 16 പേരും അയാളുടെ കൂടെ ആയിരുന്നു. ഹൈക്കമാൻഡാണ്. അതിൻ്റെ ന്യായീകരണത്തിലേക്ക് ഞാൻ വരാം. ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഇന്നത്തെ ഇതിനേക്കാൾ ശക്തിയുള്ളൊരു ഹൈക്കമാൻഡായിരുന്നു അന്നുണ്ടായിരുന്നത്. 2, വാട്ട് എവർ സെഡ് ആൻഡ് ഡൺ, എന്ത് ശരിയായാലും തെറ്റായാലും രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണി തോറ്റിരിക്കുകയായിരുന്നു അവിടെ. അത് തോറ്റത് അയാളുടെ കാരണം കൊണ്ടല്ല എന്ന് ഞാനിപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നു. കോവിഡും കിറ്റും പെൻഷനും കൊണ്ടാണ് തോറ്റത്. പക്ഷേ ദ ഫാക്ട് റിമെയിൻസ് ദാറ്റ് അയാൾ നേതൃത്വം കൊടുത്ത മുന്നണി തോറ്റു. ആ തോറ്റതാണ് അയാളെ മാറ്റാൻ അവർ കാരണമായത്. പക്ഷെ നമ്മൾ കാണേണ്ടത് എന്താണ്? തോറ്റിട്ട് പോലും
ഈ പിന്നെ ഹൈക്കമാൻഡിൻ്റെ താല്പര്യം രമേശ് ചെന്നിത്തല അല്ലായിരുന്നു എന്ന് വന്നിട്ട് പോലും ഈ 21-ൽ 16 പേരും അയാളോട് നിന്നു. അവിടാണ് എൻ്റെ രണ്ട് സംശയം. നമ്പർ 1, 21 പേരിൽ 16 പേര് രമേശിനോട് നിന്നു. എന്നിട്ടും രമേശിന് കൊടുത്തില്ല. പക്ഷേ രമേശ് അതിനോട് കലഹിക്കാൻ പോയില്ല. മാന്യമായി അദ്ദേഹം മാറുന്നു, എഗ്രി ചെയ്യുന്നു. അപ്പം നിയമസഭാ അംഗങ്ങളിലെ MLA-മാരിൽ ഭൂരിപക്ഷം രമേശ് ചെന്നിത്തലയെ സപ്പോർട്ട് ചെയ്യുന്നു. 1. നമ്പർ 2, രമേശ് ചെന്നിത്തല വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് മോശമാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല, അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾക്കും പറയാൻ പറ്റില്ല. അത്ര ഗംഭീരമായ പെർഫോമൻസ് ആയിരുന്നു. അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നു. സതീശൻ വരുന്നു. സതീശൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ. സതീശൻ്റെ നേതൃത്വത്തിൽ സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഇവിടെ ഇലക്ഷൻ നടക്കുന്നു. ഷാജഹാൻ പറഞ്ഞ കണക്കനുസരിച്ചാണെങ്കിൽ സതീശൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചാൽ സതീശനൊരു ക്ലെയിം വരില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. ക്ലെയിം കൊണ്ടൊന്നും ഒരു കാര്യമില്ലല്ലോ. കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ക്ലെയിം അയാൾക്കല്ലായിരുന്നു. അയാൾ എന്തുകൊണ്ട് മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ നേതൃത്വമുള്ള മുന്നണി തോറ്റു. മനസ്സിലായില്ലേ? ഇനിയിപ്പം സതീശൻ എന്താണ് ക്ലെയിം ഞാൻ ചോദിക്കട്ടെ. ഇപ്പോൾ സതീശൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷം കുറേ തെരഞ്ഞെടുപ്പുകൾ നടന്നു, അതിലെല്ലാം UDF ജയിച്ചു. പക്ഷേ ആ ജയങ്ങളിൽ എവിടെയാണ് സതീശന് ക്ലെയിം ഉള്ളത്? ഇപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം UDF ഉണ്ട്. സതീശന് വല്ല ക്ലെയിമുണ്ടോ? ഒന്നുമില്ല. പിണറായി വിരുദ്ധത കൊണ്ട് ജയിച്ചു. എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഒരെണ്ണത്തിൽ ഒഴിച്ച് ബാക്കി എല്ലാവരും ചെയ്യും. സതീശൻ്റെ ലീഡർഷിപ്പ് കൊണ്ടാണോ ജയിച്ചത്? അതൊരു കാരണവശാലും ശരിയല്ലല്ലോ. ഞാൻ പറഞ്ഞ സതീശനെ സംബന്ധിച്ചിടത്തോളം സതീശൻ വെക്കുന്ന ക്ലെയിം അല്ലല്ലോ അവസാനമായി തീരുമാനിക്കപ്പെടുന്നത്. സതീശന് ഞാൻ കാരണമാണ് 2024 തെരഞ്ഞെടുപ്പ് ജയിച്ചതെന്ന് വേണേൽ പറയാം. ഇപ്പം നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഞാൻ കാരണമാണ് ജയിച്ചതെന്ന് സതീശന് ക്ലെയിം വെക്കാം. പക്ഷെ ആ ക്ലെയിം ഹോൾഡ്സ് നോ വാല്യൂ. കാരണം അതിനകത്ത് വസ്തുതയില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയട്ടെ. ഇപ്പോൾ 2006 തെരഞ്ഞെടുപ്പ് ജയിച്ചത് ഞാൻ കാരണമാണെന്ന് PS അച്യുതാനന്ദൻ പറഞ്ഞാൽ ആർക്കെങ്കിലും എതിർക്കാൻ പറ്റുമോ? പറ്റില്ല. 2006 തെരഞ്ഞെടുപ്പിൽ ഞാൻ കാരണമാണ് ജയിച്ചെന്ന് പിണറായി വിജയൻ പറഞ്ഞിരുന്നെങ്കിലോ ആ ക്ലെയിം അയാൾക്ക് വെക്കാമല്ലോ. കാരണം അയാളായിരുന്നല്ലോ ഈ പറഞ്ഞ പോലെ പാർട്ടി സെക്രട്ടറി. അല്ല ഞാൻ പറഞ്ഞത് അയാൾ ഇപ്പം നിങ്ങൾ ഇപ്പം ഗോപകുമാർ പറയുന്ന ഇയാൾ വെക്കുന്ന ക്ലെയിമിനെ കുറിച്ചിട്ടാണല്ലോ പറയുന്നത്. ആ ക്ലെയിം പ്രകാരം പിണറായി വിജയൻ പറയുകയാണ് പാർട്ടി എന്ന് പറയുന്നത് പാർട്ടിയാണ് വലുത്, പാർട്ടിയുടെ സെക്രട്ടറി ഞാനായിരുന്നു, അതുകൊണ്ട് തന്നെയല്ലേ ആ ക്ലെയിം അയാൾക്ക് ഉള്ളതുകൊണ്ടല്ലേ അയാളന്ന് മുഖ്യമന്ത്രിയാവാൻ നോക്കിയത് PS മാറ്റി. അപ്പോൾ ക്ലെയിം ഓരോരുത്തർക്കും വെക്കാം. പക്ഷേ ആ ക്ലെയിം വെക്കുമ്പോഴും ശരികളും തെറ്റുകളും നമ്മുടെ മുമ്പിൽ കിടപ്പുണ്ട്. ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDFന് വിജയം ഉണ്ടായി. സതീശൻ ക്ലെയിം പോലും വെച്ചില്ലല്ലോ. കാരണം സതീശന് ക്ലെയിം പോലും വെക്കാത്ത നിലയിൽ സതീശൻ അതിനകത്തൊരു റൂളും ഇല്ലെന്നും വേറെ കാരണങ്ങൾ കൊണ്ടാണ് ജയിച്ചെന്നും അറിയാവുന്നതുകൊണ്ടാണ് സതീശൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും സതീശനെ പുകഴ്ത്തിക്കൊണ്ട് ഫ്ലെക്സ് ബോർഡുകൾ വയ്ക്കാഞ്ഞത്. സതീശൻ പല ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇവിടെ ഫ്ലെക്സ് ബോർഡ് വെച്ചു സതീശനെ പുകഴ്ത്തിക്കൊണ്ട് സതീശൻ്റെ ആളുകൾ. പക്ഷേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വെച്ചില്ല. എന്തുകൊണ്ടാണ്? ക്ലെയിം സതീശനില്ല. കാരണം സതീശന് ക്ലെയിം പോലും വെക്കാൻ പറ്റാത്ത നിലയിൽ വേറെ വിഷയങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അപ്പോൾ അതുകൊണ്ട് സതീശൻ ക്ലെയിം വെക്കുന്നത് ഈസ് അപ് ടു സതീശൻ ടു പുട്ട് അപ്പ് ക്ലെയിം. അത് അയാൾക്ക് ചെയ്യാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്നത്തെക്കാളും ദുർബലമാണ് ഹൈക്കമാൻഡ്. കാരണം എനിക്കത് നേരിട്ടറിയാം. കാരണം കോൺഗ്രസിൻ്റെ പല സമുന്നത നേതാക്കന്മാരോട് എനിക്ക് വളരെയധികം ആത്മബന്ധമുണ്ട്. അവരൊന്നും ഇപ്പം ഈ കടുകുമണിയുടെ വില പോലും ഹൈക്കമാൻഡിന് കൊടുക്കുന്നില്ല. അതിൻ്റെ കാരണം വെച്ചാൽ അതൊരു ഡിസ്ഫങ്ഷണൽ സാധനമാണ് അവിടെ. മനസ്സിലായോ? ഇനി നമ്മൾ വേണുഗോപാലിൻ്റെ കാര്യം എടുത്തേ. വേണുഗോപാൽ രണ്ടാമനായിട്ട് 5 വർഷമായി കോൺഗ്രസ്സിൽ. 124 വയസ്സുള്ള പാർട്ടിയിൽ രണ്ടാമനായിട്ട് 5 വർഷമായി. വേണുഗോപാലിൻ്റെ കൂടെ എത്ര പേരുണ്ട് കേരളത്തിൽ? വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ സംഘടനാ ചുമതലയുള്ള രാഹുൽ ഗാന്ധി കഴിഞ്ഞുള്ള രണ്ടാമനാണ് വേണുഗോപാൽ. ആ വേണുഗോപാലിൻ്റെ കൂടെ ആരുണ്ട്? പഴകുളം മധു. ആരാണ് പഴകുളം മധു? എനിക്കറിയത്തില്ല. ഏതൊരു പഴകുളം മധു. ഞാൻ പറഞ്ഞു ഞാൻ അതിലേക്ക് ഞാൻ വരുന്നത്. നെയ്യാറ്റിങ്കര സനൽ. ആരാണ് നെയ്യാറ്റിങ്കര സനൽ? അല്ല ഞാൻ പറയട്ടെ. എൻ്റെ ചോദ്യം മുഴുമിക്കട്ടെ. മാത്യു കുഴൽനാടൻ അല്ലെ ദീപ്തി മേ, ഇങ്ങനെ ഒരു 3-4 പേരെ അയാളുടെ കൂടെ ഇപ്പോഴും ഉള്ളൂ. എന്തുകൊണ്ട് അയാളുടെ കൂടെ ആളില്ലാതായി? അയാൾ കോൺഗ്രസിൻ്റെ രണ്ടാമനായിട്ട് 5 വർഷമായി. എന്തുകൊണ്ട് ആളില്ലാതായി? കാരണം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലെ സമവാക്യങ്ങൾ അതല്ല.
കേരളത്തിലെ എ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുക. അതിനകത്ത് 1-2 പേരെ പോയിട്ടുള്ളൂ. അതിനകത്ത് നിന്നൊരു സിദ്ദിഖ് പോയിട്ടുണ്ടാവും, ചിലപ്പോൾ ഒരു തിരുവനന്തപുരം രാഷ്ട്രം പോയിട്ടുണ്ടാവും, തീർന്നു. ബാക്കിയെല്ലാം അങ്ങനെ തന്നെ നിൽക്കുക. കേരളത്തിലെ പാർട്ടി എന്ന് പറയുന്ന എ ഗ്രൂപ്പാണ്. പിന്നെ അത് കഴിഞ്ഞാൽ രമേശിൻ്റെ കൂടെ നിൽക്കുന്നവരാണ്. ഇനി ഒരു ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് തീർത്തേക്കാം. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് തർക്കം ഉണ്ടായില്ലല്ലോ. എന്താ ഉണ്ടാവാഞ്ഞെന്നറിയാമോ? പറഞ്ഞുതരാം. അതായത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കീഴ്ത്തട്ടിലുള്ള സ്ഥാനാർത്ഥികളെ മുഴുവൻ ഈ പിന്നെ എയുടെ സെറ്റുകാരും രമേശിൻ്റെ സെറ്റുകാരും കൂടെ അങ്ങ് തീരുമാനിച്ചു. അതാണ് തർക്കമില്ലാതെ പോയത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ 2 കാരണം. ഒന്ന്, വേണുഗോപാലിൻ്റെ സതീശൻ്റെ കൂടെ ആരുമില്ല. 2, KPCC ഈസ് എ വെരി വീക്കൻഡ് സ്ട്രക്ചർ. അതിന് വിലയില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് കീഴ്ത്തട്ടിൽ തീരുമാനിച്ച ഇവർ 2 കൂടെ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ മറ്റവർക്കൊന്നും. ഇപ്പോൾ എറണാകുളമാണല്ലോ സതീശൻ്റെ സ്ഥലം. സതീശൻ്റെ ആളെ അവിടെ മേയറായിട്ട് കൊണ്ടുവരാൻ നോക്കി, തീർച്ചു പോയി. കാരണം അവിടെ ജയിച്ചതിൽ 23-24 പേരെ കണ്ട് എ ഗ്രൂപ്പിൻ്റെ ആളുകളാണ്. അവർ തീരുമാനിച്ച ആളാണ് അവിടെ മേയറായത്. എന്ന് മാത്രമല്ല, അവിടെ രമേശും ഈ സെറ്റുകാരും തമ്മിൽ ഒരു ധാരണ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് മേയറുടെ സെറ്റുകാർ അവരുടേതായ. ദീപ്തി മേരി വർഗീസായിരുന്നു വേണുഗോപാലിൻ്റെ ആൾ. നടന്നില്ല. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സിനകത്ത് പുതിയ സമവാക്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. ആ സമവാക്യങ്ങളുടെ ഒരു ബേസ് എന്ന് പറയുന്നത് ഈ എ ഗ്രൂപ്പും രമേശും തമ്മിലുള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ ബഹുഭൂരിപക്ഷം MLA-മാരും ഫീൽഡിൽ വരാൻ പോകുന്നത് അവരായിരിക്കും. ഇപ്പം തന്നെ നോക്കിയേ. അവിടെ തന്നെ അവിടെ ഞാൻ എനിക്കൊരു ചോദ്യം ചോദിക്കാൻ സമയമില്ല. ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഷാജഹാൻ്റെ ഒരു ആർഗ്യുമെൻ്റ് എന്താണ്, ഹൈക്കമാൻഡ് ദുർബലമാണ്. 100% എന്നോട് ഞാൻ ചോദിക്കുന്നു. പക്ഷേ ഹൈക്കമാൻഡ് ഒരു സുപ്രഭാതത്തിൽ ദുർബലമായതല്ല. നേരത്തെ തന്നെ അത് ദുർബലമായി പിന്നെ വല്ലാത്തൊരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു. അതാണ് ഹൈക്കമാൻഡിൻ്റെ സ്ഥിതി. ഇനി KC വേണുഗോപാൽ അവിടെ നിന്ന് അഖിലേന്ത്യാ തലത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്താനില്ല. തമിഴ്നാട് തെരഞ്ഞെടുപ്പിൽ എന്ത് സ്വാധീനം, ബംഗാൾ തെരഞ്ഞെടുപ്പിൽ എന്താ ചെയ്യാം? ഞാൻ തീർക്കട്ടെ, ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ പറഞ്ഞോളൂ. പിന്നെ വരുന്നത് മറ്റ് ഏതെങ്കിലും സ്റ്റേറ്റുകളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വേണുഗോപാലിന് ഒരു റോളുമില്ല. ഇനി ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടത്തി, രാഹുൽ ഗാന്ധി നേരിട്ട് നടത്തിയ തെരഞ്ഞെടുപ്പിൽ ജയിച്ച 6 പേര് കോൺഗ്രസ് വിട്ടുപോയി. അങ്ങനെ ബീഹാർ കോൺഗ്രസ് മുക്ത ബീഹാറാക്കി മാറ്റി. അത് കോൺഗ്രസ് കാര്യം ചെയ്താണ്, BJP അല്ലല്ലോ ചെയ്ത്. അവർ JDU-ലാണ് പോയത്. ബംഗാളിൽ ഇവർക്ക് കാര്യമായ റോളൊന്നും ഇല്ലെങ്കിൽ കോൺഗ്രസ് ബംഗാളിലുണ്ടെന്ന് പറയാം. CPM-നേക്കാൾ ബംഗാളിൽ കോൺഗ്രസ് ഉണ്ട്. ഇവിടെയുള്ളൊരു പ്രോബ്ലം ഇവിടെ അതല്ല. അതിൻ്റെ പ്രശ്നം വെച്ചാൽ കേരളത്തിനെയാണ് രാഹുൽ ഗാന്ധി ഒരു അഭയകേന്ദ്രമായിട്ട് കാണുന്നത്. അതുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി ഇവിടെ വിട്ടിരിക്കുന്നത്. ഈ സീറ്റ് വാദ്രായ്ക്ക് വേണമെന്ന് പറയുന്നത്. വാദ്രായ്ക്ക് കേരളത്തിൽ ഒന്ന് മത്സരിക്കാനാണ് താല്പര്യം. ഞാൻ അതിനോടൊന്നും യോജിക്കുന്നില്ല. അതൊക്കെ ചുമ്മാ നമ്മളങ്ങനെ പറഞ്ഞങ്ങനെ കാട് കയറി അങ്ങ് പോകരുത്. എൻ്റെ ആർഗ്യുമെന്റ് കേൾക്കൂ, അത് കഴിഞ്ഞിട്ട് മറുപടി പറഞ്ഞോളൂ. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കോൺഗ്രസ്സിന് പച്ചയുള്ള അല്ലെങ്കിൽ പച്ച പിടിച്ച് നിൽക്കുന്ന കേരളത്തിലെ കോൺഗ്രസ്സിലേക്ക് തൻ്റെ ഏറ്റവും ക്ലോസ് ലെഫ്റ്റനൻ്റായ വേണുഗോപാലിനെ പറഞ്ഞു വിടാനും അദ്ദേഹത്തെ മുഖ്യമന്ത്രി പദവിയിലേക്ക് കൊണ്ടുവരാനും രമേശ് ചെന്നിത്തലയും ഹൈക്കമാൻഡും ആഗ്രഹിച്ചാൽ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് അതിനെ പലപ്പോഴും കളയാൻ കഴിയുമോ? ഇത് ഞാൻ പറഞ്ഞു, ഇത് ഈ പറഞ്ഞ മുഴുവൻ ഹൈപ്പോത്തിസാണ്. ഇതിനൊന്നും ഒരു റിലവൻസും ഇല്ല. ഇതൊക്കെ ചുമ്മാ ആർഗ്യുമെന്റ്സ് ഫോർ ആർഗ്യുമെന്റ്സ് ആണ്. എന്താണെന്നറിയോ എൻ്റെ പ്രശ്നം ഒറ്റ കാര്യം മാത്രം അല്ലല്ല ഞാൻ പറഞ്ഞത് വസ്തുതകളാണ്. ഞാൻ പറഞ്ഞത് നടന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്തുള്ള ഈ ഗോവർ പറയുന്നതിനകത്തൊരു പ്രശ്നം എന്താണെന്നറിയോ? ഗോവറിന് അടിസ്ഥാനപരമായി ഗോവർ പാളുന്ന എവിടെയെന്നറിയോ? 10 വർഷമായി കേരളത്തിന് അധികാരത്തിൽ നിന്ന് പുറത്താണ് കോൺഗ്രസ്. മനസ്സിലായോ? 10 വർഷമായി. കോൺഗ്രസ് വേറെ എവിടെയുണ്ടെന്നു? കർണാടകത്തിലും തെലുങ്കാനയിലും മാത്രമേ ഉള്ളൂ. ഇവിടെ 10 വർഷമായിട്ട് പുറത്താണ്. ആ 10 വർഷമായിട്ട് പുറത്തായ സ്ഥലത്ത് ഈ പറഞ്ഞ ഗോമാർ പറഞ്ഞ ഒരു പണിക്കും അവർ നിൽക്കില്ല. ഇതൊക്കെ ചുമ്മാ വർത്തമാനത്തിന് വേണ്ടി, ന്യായത്തിന് വേണ്ടി നമുക്ക് പറയാം. അവരിവിടെ അധികാരത്തിൽ എങ്ങനെയും വരാനാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം അടുത്ത തവണ ഇവിടെ വന്നില്ലെങ്കിൽ ഇത് തീർന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ പിന്നെ ഗോമാർ പറഞ്ഞതിനകത്ത് വേറൊരു അബദ്ധമുള്ളത് എന്താണെന്നറിയോ? അവിടെ തമിഴ്നാട്ടിൽ അയാൾക്ക് റോളില്ല, മറ്റിടത്ത് അയാൾക്ക് റോളില്ല. അതൊക്കെ പ്യൂർ ഹൈപ്പോത്തിസാണ്. അവിടെ ഇയാൾക്കാണ് റോൾ ഉണ്ടാവേണ്ടത്. അയാൾ ആ റോൾ ഉണ്ടായില്ലെങ്കിൽ അയാൾ അവിടെ മാർജിനലൈസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അവിടെ മാർജിനലൈസ് ചെയ്യപ്പെടുന്ന അയാളെ ഇങ്ങോട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു വിടുമെന്ന് പറഞ്ഞാൽ എന്തൊരു അബദ്ധമാണത്. അയാൾ ദേശീയ ജനറൽ സെക്രട്ടറിയാണ് ഗോപകുമാറെ. ആയിക്കോട്ടെ, അയാൾ ദേശീയ ജനറൽ സെക്രട്ടറി ആയിക്കോട്ടെ. ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിന് 10 വർഷമായിട്ട് കോൺഗ്രസ് അധികാരത്തിൽ പുറത്ത് നിൽക്കുകയാണ്. കോൺഗ്രസ് അധികാരം പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ബീഹാറിൽ തെരഞ്ഞെടുപ്പ് 30 വർഷം. ബീഹാറിലെ വീട് നമ്മൾ ഇവിടുത്തെ കാര്യം ഇതെല്ലാം ഹൈപ്പോത്തിസ് ആണെന്ന് പറഞ്ഞാൽ അതായതുകൊണ്ടാണ്. ആയിക്കോട്ടെ,
ഷാജഹാന്റെ ആർഗ്യുമെന്റിന് മറുചോദ്യമാണ് ഞാൻ അല്ല, ഇത് അല്ല എന്റെ ചോദ്യങ്ങളെ തള്ളിക്കളഞ്ഞു. അല്ല പറഞ്ഞു ആദ്യം ക്ഷമ വേണം. വീട്ടിൽ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് ഇന്ന് നേരിടുന്ന വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിലേ ഉള്ളൂ കോൺഗ്രസ് അധികാരത്തിൽ വരാൻ സാധ്യത കേരളത്തിലേ ഉള്ളൂ, വേറെ സ്റ്റേറ്റിലില്ല. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡ് അടക്കം മുഴുവൻ ആളുകളുടെയും ശ്രദ്ധ കേരളത്തിലാണ്. ആ കേരളത്തിലെ വരുന്ന മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ എൻ്റെ വിശ്വാസം ഈ സർവേ അടക്കമുള്ള കാര്യം സതീശൻ്റെ മാത്രം ഒരു പ്ലാനാണോ, മറിച്ച് ഏതെങ്കിലും ഒരു ലോബി രമേശിനെ മാറ്റി നിർത്തുന്നത് മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്തതാണെന്ന് ഞാൻ പറഞ്ഞു. ഇതെല്ലാം ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രശ്നം എന്താ? അതിന്റെ പ്രശ്നം എന്താണെന്നറിയോ ഗോകുമാർ? അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗോകുമാർ ഈ പറയുന്നതിനെല്ലാം ഞാൻ ഹൈപ്പോത്തസിസ് ആണെന്ന് പറയാൻ കാരണം അതിനൊന്നും യുക്തിയില്ല. അല്ല ഞാൻ പറഞ്ഞു, ഞാൻ വസ്തുതയാണ് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞ എന്താ പറഞ്ഞത്? പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അടിത്തറയിൽ എയുടെയും ഐയുടെയും ആളുകളാണ് നിർത്തിയത് എന്ന് ഞാൻ പറഞ്ഞത് ഹൈപ്പോത്തസിസ് അല്ല. ദാറ്റ് ഈസ് എ മിയർ ഫാക്ട്. ദാറ്റ് ഈസ് വാട്ട് ഹാസ് ഹാപ്പൻഡ് അറ്റ് ദ ഗ്രാസ് റൂട്ട്സ്. മനസ്സിലായില്ലേ? അത് യുക്തിയല്ല, സത്യമാണ്. എറണാകുളം കോർപ്പറേഷനിൽ 2 മേയർമാർ തീരുമാനിച്ചു, 2-2. അതൊന്ന് എയുടെയും ഒന്ന് ഐയുടെയും ആളാണ്. അത് വസ്തുതയാണ്. മനസ്സിലായില്ലേ? എന്താ പറഞ്ഞത്? അത് വേറെ കാര്യമൊന്നും നിങ്ങളത് കളയുന്നേ അബദ്ധമാണ് നിങ്ങൾ പറയുന്നത്. എന്താണെന്നറിയോ? അവര് പറഞ്ഞത് അല്ല, അവര് പറയുന്നതല്ല വസ്തുത. ഞാൻ അല്ല എന്റെ പൊന്ന് ഗോകുമാറെ, ഞാൻ പറയുന്നത് ഗോകുമാർ വിശ്വസിക്കണം. കാരണം എ ഗ്രൂപ്പാണ് അവരെ ആക്കിയത്. അവരെ ആക്കിയത് എ ഗ്രൂപ്പാണ്. എ ഗ്രൂപ്പിന്റെ പുറകിൽ ചിലപ്പോൾ പള്ളി കാണും. ഈ മണ്ടത്തരം വിളിച്ച് പറയരുത്. ഞാൻ പറഞ്ഞുതരാം. അല്ല, അവരെന്താ ചെയ്യേണ്ടത് നമ്മളല്ലല്ലോ തീരുമാനിക്കുന്നത്. അല്ല, അവര് പള്ളിയുടെ ആളാണ്. പള്ളിയുടെ ആളാണ്. അവര് പള്ളിയുടെ ആളാണ്. ഞാൻ പറയുന്ന എല്ലാം നിങ്ങൾ കേൾക്കുമ്പോൾ തള്ളിക്കളഞ്ഞു. പക്ഷെ എന്റെ ചോദ്യത്തിന് മറുപടി പറയണം. അവരെ ആക്കിയത് എ ഗ്രൂപ്പാണെന്ന് താങ്കൾ പറയുന്നു, ഞാൻ എഗ്രി ചെയ്യുന്നു. ആ മേയർ പറയുന്നു അവരെ ആക്കിയത് ചർച്ചാണെന്ന്. അവർ പറയുന്നത് തെറ്റാണെന്ന് ഷാജഹാൻ പറയുന്നത്. അവരെ പള്ളിയാണ് ആക്കിയെന്ന് അവർ പറയുന്നത് എന്താണ് തെറ്റ്? അവരെ പള്ളിയാക്കി ആ പള്ളിയുടെ സ്ഥാനാർത്ഥിയെ എ ഗ്രൂപ്പ് നിർദ്ദേശിച്ചു. അതല്ലേ കോമൺ സെൻസ് ഗോകുമാറെ? അതല്ലേ കോമൺ സെൻസ്? എന്തൊരു അബദ്ധമാണ് നിങ്ങൾ പറയുന്നത്. ബി ജെ പിയിൽ ഒരാളെ മുഖ്യമന്ത്രിയാക്കുന്നു. ആ മുഖ്യമന്ത്രി അയാൾ എന്ന് പറയുന്നു RSS ആണ് എന്നെ ആക്കിയത്. അതുപോലല്ലേ ഉള്ളൂ ഇത്. എന്തൊരു മണ്ടത്തരം നിങ്ങൾ വിളിച്ചു പറയുന്നത്. പിന്നെ എന്താ ഒരിക്കലും ഒരു രാഷ്ട്രീയ പറയരുത്. എന്താ എന്നെ ആക്കിയത് RSS ആണെന്ന് ഒരു BJP-ക്കാരനും പറയില്ല. ഞാൻ പറഞ്ഞ ഒറ്റ പോയിന്റേ ഉള്ളൂ. അത് ക്ലിയർ ആണ്. അതെന്താണെന്നറിയാമോ? ആ സ്ത്രീയെ ആക്കിയത് പള്ളിയാണ് എന്നവർ പറഞ്ഞു. അതാണല്ലോ ഗോകുമാറിന്റെ വാദം. ആണ്. ആ സ്ത്രീയെ ആക്കിയത് പള്ളിയാണെന്ന് അവർ പറഞ്ഞു. അത് അവരുടെ വിവരക്കേടുണ്ട്. അവർ പറഞ്ഞു എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ ആ പള്ളിയുടെ സ്ഥാനാർത്ഥിയെ മേയറാക്കിയത് എ ഗ്രൂപ്പാണ് ഗോകുമാറെ. അത് മനസ്സിലാക്കുക. ആണെങ്കിൽ എന്താ? ആണ് BJP എന്താ? അതുപോലെ തന്നെ BJP. അല്ല, ഞാൻ പറഞ്ഞ ആ പോയിന്റ് പ്രൂവ് ചെയ്യാനല്ല ഞാൻ ഗോകുമാറോട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോയിന്റ് ശരിയാണെങ്കിൽ അത് അംഗീകരിക്കാനുള്ള മര്യാദ കാണിക്കാം. ഞാൻ പറഞ്ഞല്ലോ, അതായത് അവരെ പള്ളിയാണ് നിർദ്ദേശിച്ചത്. ആണ്. മനസ്സിലായല്ലോ? അത് അംഗീകരിച്ചു. ആ പള്ളി അംഗീകരിച്ച സ്ഥാനാർത്ഥിയെ മേയറാക്കിയത് എ ഗ്രൂപ്പാണ്. തീർന്നല്ലോ. അല്ല, മറുപടി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാം. വസ്തുതയാ ഞാൻ പറഞ്ഞത്. പറഞ്ഞു. 2 വസ്തുത ഒരു കാര്യത്തിൽ ഉണ്ടാവില്ല. ഒരു വസ്തുതയിൽ ഒരു കാര്യത്തിൽ ഉണ്ടാവും. അതിന് എന്താ നിങ്ങൾ പറയുന്നത്? ഞാൻ പറഞ്ഞത് അവരെ എ ഗ്രൂപ്പാണ്. എ ഗ്രൂപ്പ് പള്ളിയെ സ്വാധീനിച്ച് അവരെ ആക്കി എന്നാണ് ഷാജഹാൻ പറഞ്ഞതിന്റെ അർത്ഥം. ആയിക്കോട്ടെ. പക്ഷെ അവരൊരു പൊളിറ്റിക്കൽ ലീഡറാണ്. അതൊക്കെ വേറെ വിഷയം ഗോകുമാറെ. അതൊന്നും നമ്മുടെ വിഷയമല്ല. അല്ലല്ല, എന്റെ വിഷയമല്ല അത്. എന്റെ വിഷയം തീർന്നു. അവരെ പള്ളിയാക്കിയത് ശരിയോ തെറ്റോ എന്നുള്ളതും ചർച്ച ചെയ്യാൻ ഞാൻ ആളല്ല. പിന്നെ മേയർ അവരെ കൊച്ചിയുടെ മേയറാണ്, എല്ലാവരുടെയും മേയറാണ്. എന്റെ പൊന്നു ഗോകുമാറെ, അതിനൊന്നും മറുപടി പറയേണ്ട കാര്യം എനിക്കില്ല. അതൊന്നും എന്റെ ചർച്ച വരുന്നില്ല. അതൊന്നും ഈ വിഷയത്തിലില്ല. ഈ വിഷയത്തിലില്ല. ഗോകുമാർ എവിടെയൊക്കെ ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷാണ് ഗോകുമാർ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോയിന്റ് വളരെ ക്ലിയർ. ഗോകുമാർ ഇതിനൊന്നും എന്നെ കൊണ്ട് മറുപടി പറയിപ്പിക്കാൻ നോക്കണ്ട. എനിക്കതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മുടെ ചർച്ചയ്ക്കകത്ത് അതില്ല. ഞാൻ ഒന്നുകൂടെ പറഞ്ഞ് അങ്ങോട്ട് അവസാനിപ്പിച്ചേക്കാം. അതായത് അവരെ നിർണയിച്ച്
കൊടുത്തത് പള്ളിയാണ്. സമ്മതിച്ചല്ലോ, ഇനി തർക്കിക്കരുത്. എനിക്കറിഞ്ഞൂടാ. അല്ല ആണെന്ന് ഞാൻ പറഞ്ഞു, ആണ് എനിക്ക് അല്ല അവരെ അല്ല ഞാൻ പറയുന്നത് എനിക്കറിയില്ല. അല്ല അവര് തന്നെ പറഞ്ഞല്ലോ അവരെ വെച്ചത് പള്ളിയാണെന്ന്. അല്ല, അവര് പറഞ്ഞെടുക്കണ്ടെന്ന് എനിക്ക് ഷാജാൻ പറഞ്ഞു. ഹാ, അവരെ വെച്ചത് എടുത്തുന്നേ. എടുത്തു. അവർ എടുത്തല്ലോ അത് നേരത്തെയും എടുത്തു. പക്ഷെ അവരെ മേയറാക്കിയത് ഈ ഗ്രൂപ്പാണ്. തീർന്നു. അപ്പോൾ ഉടനെ ഗോകുമാരൻ വിളിക്കുന്ന പള്ളി അങ്ങനെ എടുക്കാവോ, പള്ളി ഇങ്ങനെ എടുക്കാവോ, അതിനൊന്നും മറുപടി ഉണ്ടാക്കേണ്ട കാര്യം എനിക്കില്ല. എനിക്കതില്ല. നമ്മുടെ ചർച്ചയിൽ അതില്ല. ഷാജഹാൻ പറഞ്ഞത് ക്ഷമാപൂർവ്വം ഞാൻ പറയുന്നത് കേൾക്ക്. അല്ല ക്ഷമയൊക്കെ കള ഗോകുമാരൻ. ഇപ്പൊ ഗോകുമാരൻ അത്ര ക്ഷമ എനിക്കില്ല, അത് വിട്ടേക്ക്. ഇന്നലെ ഗോകുമാരൻ നിങ്ങളെന്ന് പറഞ്ഞ പോലെ ഗോകുമാരൻ കൂടുതൽ ക്ഷമയുടെ കാര്യം പറയണ്ട, കാര്യം പറ. ഗ്രൂപ്പുകാരൻ അവരെ എടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് അവരങ്ങനെ പറഞ്ഞില്ല. ഞാൻ എ ഗ്രൂപ്പിന്റെ ആണോ അല്ല കോൺഗ്രസിന്റെ ആണോ എന്ന് പറഞ്ഞില്ല. എന്നെ അത് ചർച്ച ആണെന്ന് പറഞ്ഞു. ഷാജഹാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു തീർന്നല്ലോ. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് ഗോകുമാരൻ അംഗീകരിക്കാനുള്ള ഒരു ക്ഷമ ഗോകുമാരൻ കാണിക്കുകയും ഞാൻ 3 പ്രാവശ്യമായിട്ട് പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. ഇനി ഒരു തവണ കൂടെ റിപ്പീറ്റ് ചെയ്ത് ഞാൻ അവസാനിപ്പിച്ചോളാം. അവർ പറഞ്ഞു എന്നെ പള്ളിയാക്കിയതെന്ന്. പള്ളി പറഞ്ഞ ആളെയാണ് എ ഗ്രൂപ്പ് മേയറായിട്ട് നിർദ്ദേശിച്ചത്. ഇനി എന്താണ് ഗോകുമാരൻ്റെ സംശയം? തീർന്നു. പിന്നെ പള്ളിയാണോ ഇത്? പള്ളി അതൊന്നും എൻ്റെ വിഷയമല്ല. ഇറ്റ് ഈസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. അവരെ പള്ളി നിർദ്ദേശിക്കാവോ, പള്ളിയുടെ മേയറാണോ? അത്തരം താത്വിക ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ എൻ്റെ കാര്യം എനിക്കില്ല. മനസ്സിലായില്ലേ? പിന്നെ ഗോകുമാരോട് ഒരു കാര്യം മനസ്സിലാക്കി കൂടുക. ഗോകുമാരെ പറയുന്ന പോലൊന്നും അല്ല കോൺഗ്രസിലെ കാര്യങ്ങൾ. കോൺഗ്രസിലെ ഹൈക്കമാൻഡൊന്നും പറയുന്നത് ഒരു പട്ടിക്കുഞ്ഞു ഇപ്പോൾ കേൾക്കത്തില്ല എന്നുള്ളത് ഇപ്പം എൻ്റെ പൊന്ന് ഗോപകുമാറെ, അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഗോകുമാർക്ക് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. കോൺഗ്രസിലെ 2ാം സ്ഥാനക്കാരനാണല്ലോ വേണുഗോപാൽ. ഈ ഗോപകുമാർ പറയുന്ന വലിയ ശക്തിയുള്ള പിന്നെ ഹൈക്കമാൻഡ് ആയി. ഞാൻ പറയുന്നത് കേൾക്കാൻ ഞാനൊന്ന് പറയട്ടെ. ഇപ്പൊ ക്ഷമയില്ലാത്ത ആർക്കാ? അല്ല മിസ്കൂട്ട് ചെയ്തല്ല. ഗോപകുമാർ പറയുന്നത് ഹൈക്കമാൻഡ് ആൾ ഇങ്ങോട്ട് വരുമെന്നാണല്ലോ ഗോപകുമാർ പറയുന്നത്. എന്നാ പിന്നെ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയണ്ടേ? അപ്പോൾ എന്താ അത് ഗോകുമാർ പറഞ്ഞു എന്ന് എനിക്ക് പറയാമോ? പറയാം. അങ്ങനെ ഒരു സാധ്യത, ആ സാധ്യത ഒന്നും ഇവിടെ ഇല്ല. കാരണം എന്താണെന്നറിയോ? പിന്നെ വേണുഗോപാൽ 5 വർഷമായിട്ട് ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ട് വേണുഗോപാലിൻ്റെ കൂടെ ഒരു പട്ടി ഇവിടെ ഇല്ല. ഈ ഗോകുമാർ സാധ്യതയായിട്ട് പറയുന്നത് പോലെ പിന്നെ ഹൈക്കമാൻഡ് ശക്തമായിരുന്നുവെങ്കിൽ ഈ 5 വർഷം കൊണ്ട് ഇവിടുത്തെ പാർട്ടി വേണുഗോപാലിൻ്റെ കയ്യിലിരിക്കണമായിരുന്നു. അതാണ് കോൺഗ്രസിൻ്റെ ഇതുവരെയുള്ള ശൈലി. ഹൈക്കമാൻഡ് ആരാണോ ഹൈക്കമാൻഡ് നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുന്നതായിരുന്നു കോൺഗ്രസിലെ ശൈലി. എന്നാൽ ആ ശൈലിയൊക്കെ അങ്ങ് പോയി. പോയത് കൊണ്ടാണ് ഈ കൂട്ടിക്കൊടുക്കുന്ന 5-6 നേതാക്കന്മാർ മാത്രമേ അയാളുടെ കൂടെ ഉള്ളൂ. അതുകൊണ്ട് പഴയ ഹൈക്കമാൻഡ് അല്ല ഇപ്പോഴത്തെ ഹൈക്കമാൻഡ് ഒരു അസേർഷനും ശ്രമിക്കില്ല. രാഹുൽ ഗാന്ധിക്ക് തന്നെ രാഹുൽ ഗാന്ധി ഇപ്പോഴത്തെ ആരാണെന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയാം. രാഹുൽ ഗാന്ധിക്ക് ഇവിടെ ഒന്ന് അധികാരത്തിൽ വരിക എന്നുള്ളതാണ് പ്രധാനം. മനസ്സിലായോ? അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് വേണുഗോപാൽ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞത്. കാരണം വേണുഗോപാലിനെ ഇവിടെ മത്സരിക്കാൻ പോയാൽ ചെവിട്ട തടിയും കൊടുത്തു വിടും രാഹുൽ ഗാന്ധി എന്ന് വേണുഗോപാലിന് മനസ്സിലായി. അതുകൊണ്ടാണ് വേണുഗോപാൽ പറഞ്ഞത് ഞാനിവിടെ ഇല്ല. ഇതൊക്കെ വസ്തുതകളാണ്. ഷാജഹാൻ പറഞ്ഞ ഹൈക്കമാൻഡ് സജീവമായിരുന്നതും ശക്തമായിരുന്നതും ഇന്ദിരാഗാന്ധിയുടെ സമയത്താണ്. എനിക്കതിന് നേരെയില്ല. ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ ഇവൻ അരമണിക്കൂർ ഇരിക്കേണ്ടി വരും. ഇത് തന്നെ ശരിയല്ല. എന്നെ പറയാൻ സമ്മതിക്കാതിരിക്കുന്ന തെറ്റാണ്. നമ്മൾ രണ്ടുപേരും കൂടി ഇരിക്കുമ്പോൾ എന്നെ പറയാൻ അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് പാലിക്കണം. അല്ല നിങ്ങളല്ലേ പറഞ്ഞു. അല്ല ഗോകുമാർ പറ. ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ തുടങ്ങുമ്പോൾ എനിക്കൊരു ഭയം, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് പറയാനറിയാം. അപ്പൊ ഇവിടെ പ്രശ്നം വെച്ചാല് ഇന്ദിരാഗാന്ധിയുടെ കാലം തൊട്ട് തുടങ്ങിയില്ല. ഒരു സ്ട്രോങ് ലീഡർ കോൺഗ്രസിനുള്ളപ്പോഴാണ് ഹൈക്കമാൻഡിന് വിലയുണ്ടായിരുന്നത്. കോൺഗ്രസിന്റെ നേതൃത്വം ദുർബലമാണ്. രാഹുൽ ഗാന്ധി ദുർബലമാണെന്ന് തന്നെയാണ് താങ്കൾ പറയുന്നത്. അപ്പോൾ ദുർബലനായ രാഹുൽ ഗാന്ധിയാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പോലും സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും സ്വാധീനം ചെലുത്താൻ കഴിയാത്ത വിധത്തിൽ ഹൈക്കമാൻഡ് ദുർബലമായി. ആ സാഹചര്യത്തിലാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ MLA-മാർ നിൽക്കുന്ന ആൾ മുഖ്യമന്ത്രിയാകും. ഒരുപക്ഷെ കേരളത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു. ഞാൻ ഒരു കാര്യം താങ്കളോട് യോജിക്കുന്നു. രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നേതാവിനെ കേരളത്തിലെ പൊതുസമൂഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇഷ്ടപ്പെടുന്ന നേതാവാണെന്നുള്ള താങ്കളുടെ ആർഗ്യുമെന്റിനോട് ഞാൻ യോജിക്കുന്നു. അതേസമയം ഹൈക്കമാൻഡ് ദുർബലമാണെന്നുള്ളതും താങ്കളുടെ നിലപാടിനോട് ഞാൻ യോജിക്കുന്നു. മറ്റു ചില കാര്യങ്ങളിലെ വിയോജിപ്പ് നമ്മൾ തമ്മിലുണ്ട്. ആ വിയോജിപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് വീണ്ടും ചർച്ച തുടരാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക്
ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.